ഹലോ, വെൽക്കം ബാക്ക്. സോ ഇന്ന് ഹാൻഡ് മെയ്ഡ് DIY പേപ്പർ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ് നോക്കുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ പൾപ്പാണ് വേണ്ടത്. പേപ്പർ പൾപ്പ് എങ്ങനെ ഉണ്ടാക്കുക വെച്ചാൽ നമ്മുടെ വേസ്റ്റ് ആയിട്ടുള്ള പേപ്പേഴ്സൊക്കെ എടുത്തിട്ട് ജസ്റ്റ് ഒരു 1 to 2 hours വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുക. വാട്ടറിൽ സോക്ക് ചെയ്ത് വെക്കുമ്പം പേപ്പർ ഒന്നും കൂടെ സ്മൂത്താവും. അതിനുശേഷം ഈ പേപ്പർ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കുന്നു. അപ്പോൾ ഈ ഒരു പൾപ്പ് രൂപത്തിലേക്ക് ആവും. ഇനി നമുക്ക് പ്രോസസ്സ് നോക്കാം. പിന്നെ കളർ യൂസ് ചെയ്തത് എന്തിനാണെന്ന് വെച്ചാൽ ഡിഫറെൻറ്റ് കളർഫുൾ ആയിട്ടുള്ള പേപ്പേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ യെല്ലോ, ബ്ലൂ, പിങ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബ്ലൂ ആണ്. ഈ ഒരു പ്രോസസ്സ് ആവശ്യമില്ലാത്തതാണ്. ബിക്കോസ് ഈ പേപ്പർ പൾപ്പ് നമ്മൾ വാട്ടറിലേക്ക് തന്നെയാണ് ഡിപ്പ് ചെയ്യുക. ഇതൊന്ന് കളറ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒഴിച്ചതാണ്. ഇനി ഒരു ബക്കറ്റിൻ്റെ 1/4 ഭാഗം വെള്ളം എടുത്തിട്ട് ഈ പേപ്പർ പൾപ്പ് അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാൻ കുറച്ചും കൂടെ കളർ ആഡ് ചെയ്യുന്നുണ്ട്, ബ്ലൂ കളറ്. ഇനി നമ്മൾ എടുക്കുന്ന നെറ്റ് യൂസ് ചെയ്തിട്ട് ഞാനിവിടെ അരിപ്പ എന്നൊക്കെ പറയും. അപ്പോൾ ഈ പേപ്പർ പൾപ്പിലെ പാർട്ടിക്കിൾസൊക്കെ അതിൽ വന്ന് ഡംപ് ചെയ്യും. അപ്പോൾ ഒരു ഹാർഡായിട്ടുള്ള ഡംപ് വരുമ്പോഴേ നമുക്ക് കറക്റ്റായിട്ടുള്ള പേപ്പേഴ്സ് കിട്ടുള്ളൂ. പേപ്പർ തിന്നായി പോയി കഴിഞ്ഞാൽ നമുക്ക് അത് കറക്റ്റ് ഹാൻഡ് മെയ്ഡ് പേപ്പറായിട്ട് കിട്ടില്ല. ഇനി നമ്മൾ ഈ പേപ്പർ പൾപ്പിനെ വെറ്റ് ചെയ്തെടുക്കാൻ പോവുകയാണ്. സോ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കോട്ടൺ ക്ലോത്ത് എടുക്കുക. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക. ആ ഒരു ഷേപ്പിൽ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ക്ലോത്ത് യൂസ് ചെയ്യുന്നതുകൊണ്ട് നമ്മളെ വാട്ടർ പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നെറ്റിലൂടെ വെള്ളം താഴോട്ട് പോവുകയും ചെയ്യും. സോ നല്ലോണം ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. നല്ല അമർത്തി പ്രസ് ചെയ്യണമെന്നൊന്നുമില്ല, പക്ഷെ ഒരു വാട്ടർ പോകുന്ന രീതിക്ക് നമ്മളൊന്ന് വെറ്റ് ചെയ്തെടുക്കാനുള്ള രീതിക്ക് പ്രസ് ചെയ്ത് കൊടുക്കുക. അതായത് ഇതുപോലെ വാട്ടർ പുറത്തോട്ട് പോകണം. കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രസ് ചെയ്ത് പരത്തിയെടുക്കാനൊന്നും കഴിയില്ല. പിന്നെ മെല്ലെ അതൊന്ന് ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കാം. ചില സമയത്ത് ഫ്ലോപ്പ് ആവും, ഇതുപോലെ. പക്ഷെ ചില സമയത്ത് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് നമ്മളെ പേപ്പർ ഉണ്ടാവുക. കാരണം നമ്മൾ റൗണ്ട് ഷേപ്പിലുള്ള നെറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള പ്രോസസ്സ് ഇതെങ്ങനെ നെറ്റിൽ നിന്ന് പുറത്തോട്ടെടുക്കാമെന്നുള്ളത്. അപ്പോൾ ഞാൻ ഇപ്പോൾ വെറ്റായിട്ടുള്ളതായതുകൊണ്ട് ഞാനൊരു ക്ലോത്ത് അല്ലെങ്കിൽ ഒരു നെറ്റിൻ്റെ ക്ലോത്താണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു പേപ്പറാണെങ്കിലും താഴെ വയ്ക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു നെറ്റ് മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് തട്ടി കൊടുക്കുക ചെയ്യുന്നത്. ദേ ഇവിടെ കാണിക്കുന്ന പോലെ 2-3 തട്ടിൽ തന്നെ സംഭവം താഴോട്ട് പോകേണ്ടതാണ്. പക്ഷേ ഇത് നല്ലോണം വെറ്റായിക്കൊണ്ടിരിക്കുന്നതും കൊണ്ടും വാട്ടർ അങ്ങനെ പോവാത്തത് കൊണ്ടും ഈ ഒരു രീതിക്കൊക്കെ നമുക്ക് കിട്ടും. പിന്നെ അതല്ലാതെ നമുക്ക് വേറൊരു പ്രോസസ്സ് ഉള്ളത്, നമുക്ക് ഈ നെറ്റിൽ വെച്ചിട്ട് തന്നെ ഇത് ഡ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഒരു 1-2 ദിവസം, മാക്സിമം പോയാൽ ഒരു 2 ദിവസം, മിനിമം 1 day എടുത്തിട്ട് ഡ്രൈ ആയി കിട്ടും. എന്നിട്ട് നേരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുക്കുകയൊന്നും വേണ്ട, ജസ്റ്റ് നമുക്കൊന്ന് പ്രസ് ചെയ്തെടുത്താൽ തന്നെ അത് ഇങ്ങോട്ട് പോരും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ വെള്ളത്തിലേക്ക് ഫുള്ളായിട്ട് ഈ പൾപ്പ് ഇടുന്ന സമയത്തേക്ക് നമുക്ക് ഫൈനായിട്ടുള്ള പാർട്ടിക്കിൾസാണ് നെറ്റിൻ്റെ ഉള്ളിലേക്ക് കിട്ടുക. ഇനി അല്ലാതെ കുറച്ചും കൂടെ ഹാർഡായിട്ടാണ് പേപ്പർ വേണ്ടതെന്നുണ്ടെങ്കിൽ നല്ല സ്മൂത്താക്കാത്ത രീതിയിൽ നമ്മൾ നെറ്റിലേക്ക് കുറച്ച് പൾപ്പ് ഇട്ട് കൊടുത്ത് ഇതിൽ കാണിക്കുന്ന പോലെ എന്നിട്ട് നെറ്റ് ഓൺ ചെയ്യുക, പുറത്തോട്ടെടുക്കുക. അല്ലാതെ വാട്ടറിലേക്ക് ഇട്ടിട്ട് നെറ്റിലേക്ക് ഇട്ടിട്ട് എടുക്കുമ്പോഴുള്ള പ്രശ്നം എന്താ വെച്ചാൽ ഇങ്ങനെ ഗ്രൈൻഡ് ആയിട്ടില്ലാത്ത കറക്റ്റായിട്ടില്ലാത്ത പൾപ്പൊക്കെ നമ്മളെ പേപ്പറിലുണ്ടാവും. അപ്പോൾ അതൊരു ഹാർഡ് പോർഷൻ മാതിരി നിൽക്കേണ്ടി വരും എന്നുള്ള പ്രശ്നമേ ഉണ്ടാവുള്ളൂ.
അല്ലാതെ നമുക്ക് ഇതുപോലെ കിട്ടും. അങ്ങനെ പേപ്പേഴ്സ് റെഡിയായി. ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്തെടുത്താൽ തന്നെ പേപ്പേഴ്സ് ഓക്കെ ആയി. പിന്നെ നമുക്ക് ഡിഫറെൻറ്റ് കളേഴ്സിൽ ഒക്കെ പേപ്പർ എടുക്കാം. പിന്നെ നമുക്ക് പേപ്പറിൽ ഇതുപോലെ എഴുതുകയൊക്കെ ചെയ്യാം. പിന്നെ ജേർണലിങ്ങിന് പേപ്പർ യൂസ് ചെയ്യാം. പിന്നെ നമ്മൾ യൂസ് ചെയ്യാതെ വെറുതെ വേസ്റ്റാക്കി കളയുന്ന പേപ്പറല്ലേ, അപ്പോൾ ഇതിനെ റീയൂസ് ചെയ്യാനുള്ള ഒരു ഐഡിയ കൂടിയാണിത്. സോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇങ്ങനത്തെ നല്ല വീഡിയോസുമായിട്ട് ഇനിയും വരുന്നതാണ്. താങ്ക് യു. എല്ലാവരും ഉണ്ടാക്കി നോക്കണം.